പരിചയപ്പെടുത്തി രഞ്ജിലാൽ. എന്നെ സംബന്ധിച്ച് ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. നേരത്തെ ആരൊക്കെ ഉള്ളത് പറഞ്ഞുപോയി മുമ്പ് അവരെ ഈ ഹാളിൽ വന്നിരുന്നു എന്ന്. ഒരു 4-5 വർഷം മുമ്പ് ഞാൻ ഈ ഹാളിൽ വന്നിട്ടുണ്ട്. കടം വാങ്ങിയ സൂട്ട് ഇട്ടുകൊണ്ട് ഈ ഹാളിൽ വന്ന സമയത്ത് എനിക്കന്ന് ചെയർ കിട്ടിയില്ല. ഞാൻ ആ മൂലയിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് ആള് പറഞ്ഞു, ഏതോ ലീഡേഴ്സ് വന്നിട്ടുണ്ട്, അവർക്ക് ഇരിക്കാൻ ചെയറില്ല, എന്റെ കൂടെ ഒന്ന് വരാമോ ചെയർ എടുക്കാന്ന് ചോദിച്ചു. ഞാൻ അവരെ കൂടെ പോയി ചെയർ എടുത്ത് വരുന്ന സമയത്ത് എന്റെ കൂടെ അന്ന് വലിയ ആൾക്കൂട്ടമില്ല, വലിയ റാങ്കില്ല. എന്റെ കൂടെ വന്നൊരു പയ്യനോട് ചോദിച്ചു, സാറേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ കോട്ടും സൂട്ടും ഇട്ട് ഈ കസാര എടുത്തുകൊണ്ട് പോകാൻ, ഇരിക്കണമെങ്കിൽ അവരെടുത്ത് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ആ പയ്യനോട് പറഞ്ഞു, ഇത് അവർക്ക് ഇരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചെയറല്ല, എനിക്ക് എന്റെ പിള്ളേർക്ക് ഇരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചെയറാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇരിക്കില്ല. ഇനി ഈ ഹാളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പിള്ളേരും ഈ ചെയറിൽ വന്നിരിക്കുന്നു. 5 വർഷം മുമ്പ് കണ്ട ആ സ്വപ്നത്തിന്, അന്നുള്ള എന്റെ വിശ്വാസത്തിന് ഇവിടെ വന്ന് മുന്നോട്ട് നോക്കിയാൽ എന്റെ പിള്ളേര് നിങ്ങൾക്ക് ഉത്തരം തരും. ഇതൊരു മറുപടിയാണ്, ഇതൊരു മറുപടിയാണ്. കൂടെ ഉണ്ടാവുമെന്ന് കള്ളം പറഞ്ഞിട്ട് നമ്മളെ വിട്ടുപോയ ചിലർക്കുള്ള മറുപടി. ഫിജിക്കാട്ട് എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ നിന്ന് ഇനി ഫിജിക്കാട്ട് മുന്നോട്ടുണ്ടാവില്ല എന്നും ഇത് അവസാനിച്ചു പോയെന്നും നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് തുടർന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞവർ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരും. ചരിത്രം വീണ്ടും ആവർത്തിക്കും. പിന്നാമ്പുറ കഥകൾ പറഞ്ഞ് അവർ വരും. അവരോട് നിങ്ങൾ ഇന്നു മുതൽ നെഞ്ചുയർത്തി പറയണം, പടയാളികൾ വീണുപോയി എന്നുള്ള കാരണം കൊണ്ട് ഇന്ന് വരെ ഒരു യുദ്ധവും തോറ്റിട്ടില്ല. അതിന് രാജാവ് വീഴണം. 1000 പടയാളികളും 1000 പടക്കോപ്പുകളും കൊണ്ടുവന്നാലും തകർക്കാൻ പറ്റാത്ത, വീഴ്ത്താൻ പറ്റാത്ത ഒരു രാജാവുണ്ട് നമുക്ക്. അയാളുടെ പേരാണ് ബോബി ചെമ്മണ്ണൂർ. നമ്മളെ വിട്ടുപോയതോട് നമുക്ക് ക്ഷമിക്കാമെന്ന്. എനിക്കൊന്നേ ഇവിടുന്ന് പറയാനുള്ളൂ, ഒരു കരണത്തടിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്ത ഗാന്ധിജി അല്ല സർ ഞങ്ങളുടെ ഹീറോസ്. ഇങ്ങോട്ട് പണിതവന്റെ തറവോട്ട് നെഞ്ചകപ്പെടുന്ന ഭഗത് സിംഗാണ് സർ ഞങ്ങളുടെ ഹീറോ. അത് വീട്ടാനുള്ളതാണ്. സംരക്ഷിച്ചു നിർത്തിയവന്റെ തണലിൽ നിന്ന് കള്ളം പറഞ്ഞവർക്ക് നമ്മൾ കൊടുക്കുന്ന മറുപടിയാണ് ഈ ഹോൾ. നമ്മൾ അവസാനിച്ചു എന്ന് നമ്മുടെ അസ്തമയം കണ്ട് ആശ്വസിക്കാനിരുന്നവർക്ക് ഈ ഉദയം കണ്ട് ഇനി മുതൽ ഭയപ്പെട്ടു തുടങ്ങാം. മറ്റുള്ളവർ ഇനി മുതൽ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ മറ്റുള്ളവർ ഫുൾ സ്റ്റോപ്പിനടുത്തെന്ന് നമ്മൾ ഇന്നൊരു പുതിയ യുഗം തുടങ്ങുകയാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവന് പറക്കാൻ ചിറകുകളും തിരിച്ചു വരാൻ കാരണങ്ങളും താമസിക്കാൻ വേരുകളും നിങ്ങൾ നൽകുക. ഇവിടെ ഒറ്റ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളിനി പുറകോട്ടില്ല, നമ്മളിനി മുന്നോട്ട് മാത്രമേ യാത്രയുള്ളൂ. ഒരു പുഴുവായി ഇരുട്ട മുറിക്കുള്ളിൽ നമ്മുടെയൊക്കെ ലോകം അവസാനിക്കുമെന്ന് വിധി എഴുതിയവർക്ക് ഒരു ചിത്രശലഭമായി വന്ന് നമ്മൾ മറുപടി പറഞ്ഞിരിക്കും. അതിന് ഈ ഹോൾ സാക്ഷി. ഈ ഹോളിൽ നിൽക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുൻപുലരി ഇനി കാത്തിരിക്കുന്നുണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. എന്നെ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താം. My name is Ranjular, National Defense.